കോഴിക്കോട് നഗരം രുചിവൈവിധ്യങ്ങളുടെയും പാട്ടിൻ്റെയും സാഹിത്യത്തിൻ്റെയും നഗരമാണ്. ഇതാ ഇപ്പോൾ മാലിന്യമുക്ത നഗരമായും മാറിയിരിക്കുന്നു. കൃത്യതയും ആത്മാർത്ഥതയും ചിട്ടയുമായ പ്രവർത്തനങ്ങൾ ഏകോപിക്കുമ്പോൾ ലക്ഷ്യം വിദൂരമല്ല എന്നതിൻ്റെ തെളിവാണ് ഈ നേട്ടം. 2023 എറണാകുളത്തെ ബ്രഹ്മപുരത്തുണ്ടായ മാലിന്യ കൂമ്പാരത്തിൻ്റെ തീപിടുത്തം, അതോടനുബന്ധിച്ചാണ് സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി ഈ മാലിന്യമുക്ത കേരളം എന്നൊരാശയം രൂപീകരിച്ചത്. അതിനോടടിസ്ഥാനപ്പെടുത്തി ധാരാളം നിർമ്മാണങ്ങൾ നടത്തുകയും വ്യക്തമായ ചിട്ടയായ രീതിയിൽ എങ്ങനെ വേണം നഗരങ്ങളും നാട്ടിൻപുറങ്ങളും ഒക്കെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന രംഗവുമായി പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഗൈഡ് ലൈൻ ഇറങ്ങുകയും അതുപ്രകാരം കോഴിക്കോട് കോർപ്പറേഷൻ വളരെ മുന്നിലാണ് ഇപ്പോൾ മാലിന്യമുക്ത കേരളം എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൻ്റെ പാതയിൽ. നമുക്ക് ഏതാണ്ട് പ്രത്യേകം പറയാം, കോഴിക്കോട് കോർപ്പറേഷനിൽ ഹരിതകർമ്മസേന 700 കുറച്ചുകൂടി കൂടുതലുണ്ട്. അവരിപ്പോൾ അത്രയും പേർ ചേർന്ന് ഹരിതകർമ്മസേനകളാണ് നമുക്ക് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും ഒക്കെ വീടുകളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്നത്. 100% വീടുകളിലും ഞങ്ങൾ ഹരിതമിത്രം ആപ്പ് പതിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വണ്ടികൾ, പണ്ട് കൈകൊണ്ട് വലിച്ചിരുന്ന വണ്ടികളെല്ലാം ഇന്നിപ്പോൾ ഇലക്ട്രിസിറ്റി കൊണ്ട് ഓടുന്ന വണ്ടികളായി മാറിയിട്ടുണ്ട്. ജനങ്ങൾക്ക്, ഞങ്ങളുടെ വർക്കേഴ്സിന്, ശുചീകരണ തൊഴിലാളികൾക്ക് പണ്ടത്തെ അത്ര ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. എല്ലാ വാർഡുകളിലേക്കും ഒരു വണ്ടി എന്ന നിലയിൽ ഞങ്ങളൊരു വെഹിക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജൈവമാലിന്യ ശേഖരണം, അതുപോലെ തന്നെ അജൈവ മാലിന്യ ശേഖരണം, ഇതിനൊക്കെ തന്നെ പണ്ടത്തെ പോലെ ആൾക്കാർക്ക് വലിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. ചെറിയ ഇടവഴികളിൽ പോകുന്ന ഈ വണ്ടികൾ അവിടെ നിന്ന് മാലിന്യം കളക്ട് ചെയ്തുകൊണ്ട് ചെറിയ 5, 6, 10 വീട്ടിലെ മാലിന്യം ഒരു ഭാഗത്ത് നിന്ന് ശേഖരിച്ചുകൊണ്ട് ആ വണ്ടികൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് ഇപ്പോൾ. ഇതിലെല്ലാം ഉപരിയായിട്ട് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ഇവിടങ്ങളിലെല്ലാം കെട്ടിടങ്ങൾ, ഇവിടെയെല്ലാം പോയിട്ട് അവരോടൊക്കെ തന്നെ അവരെ പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് ഒരു ഹരിതഗൃഹം, ഹരിത സ്ഥാപനം, ഹരിത കെട്ടിടം ഒക്കെ എങ്ങനെയാണ് നമ്മൾ പരിപാലിച്ചു കൊണ്ട് നടക്കേണ്ടത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ എല്ലാവർക്കും ബോധവൽക്കരണം കൊടുത്ത ശേഷം ഞങ്ങൾ അവിടെ പോയി ഇൻസ്പെക്ട് ചെയ്യുകയും അതിൽ മിക്കവാറും പല സ്ഥാപനങ്ങൾ 100% സ്ഥാപനങ്ങൾ എന്തിൽ വന്നു, ഇതുപോലെയുള്ള ഓഫീസുകൾ, അതൊക്കെ തന്നെ 100% ഹരിതങ്ങളായി മാറിയപ്പോൾ അതുപോലെ എല്ലാ കോളേജുകൾ, നമ്മൾ ഉദ്ദേശിച്ച കോളേജുകളൊക്കെ തന്നെ 100% പിന്നെ മാലിന്യമുക്ത ക്യാമ്പസുകൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. ഹരിത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹരിത വിദ്യാലയം, ഹരിത ഗൃഹം എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഏറ്റവും അധികം നന്ദി പറയേണ്ടത് വാസ്തവത്തിൽ ആരോഗ്യ മേഖലയിലെ ജീവനക്കാരോടൊപ്പം, അതോടൊപ്പം നന്ദി പറയേണ്ടത് നമ്മുടെ വളരെയേറെ ഇക്കാര്യം മനസ്സിലാക്കിയ നല്ലവരായ
മായി വലിയൊരു തുക കോർപ്പറേഷന് ഇതുമായി ബന്ധപ്പെട്ട ഫൈൻ ഇനത്തിൽ നമുക്ക് ഈടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഏകദേശം 900ഓളം ട്വിൻ ബിന്നുകൾ സ്ഥാപിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ട്വിൻ ബിന്നുകൾ ഇത്തരത്തിൽ സ്ഥാപിച്ചതുകൊണ്ട് വഴിയരികിൽ വരുന്ന മാലിന്യം, യാത്രക്കാർ വലിച്ചെറിയുന്ന മാലിന്യം വളരെയധികം കുറയ്ക്കുന്നതിന് കോർപ്പറേഷൻ സാധിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത കോഴിക്കോടിനായി നമുക്ക് അണിചേരാം. അഴക് 7 അഴകിലേക്ക് കോഴിക്കോട്.